അപ്പോഴതൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി മാറുന്നത്. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാനുള്ള സമയമാണ്. നീറ്റ് ക്രമക്കേടിൽ ആളുന്ന പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹിയിൽ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉന്നതതല സമിതി ഇന്ന് രൂപീകരിച്ചേക്കും. ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും രാജ്യത്തെ തെരുവുകളിൽ പ്രതിഷേധം സജീവമായിരുന്നു. കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി. ഡൽഹിയിൽ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. नीट परीक्षा के ऊपर हमारा चल रहा है। भारतीय जनता पार्टी लगातार परीक्षाओं में घोटाला कर रही है। हमारा ये कहना है ये परीक्षाएं जो अभी हुई उनको कैंसिल किया जाना चाहिए. ഡൽഹിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. NTA-ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പുനഃപരീക്ഷ നടത്തണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. NTA-യുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉന്നതതല സമിതി ഇന്ന് രൂപീകരിച്ചേക്കും. സാങ്കേതിക രംഗത്തെ വിദഗ്ധരും അക്കാദമി രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഉൾപ്പെട്ടുകൊണ്ടായിരിക്കും സമിതിയുടെ രൂപീകരണം. അതിനിടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ ഹർജിയിൽ കൗൺസിലിംഗ് നടപടികൾ തടയണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി വിസമ്മതം അറിയിച്ചു. ഹർജി മറ്റു ഹർജികൾക്കൊപ്പം ജൂലൈ 8-ന് പരിഗണിക്കും. 24 ഡൽഹി. നാട്ടിൽ പച്ചക്കറി വില കുതിക്കുകയാണ്. തൊട്ടാൽ പൊള്ളുന്ന നിലയിലേക്ക് തക്കാളി എത്തുന്നു. പച്ചക്കറി വില കുതിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തക്കാളിക്ക് വില 100-ലേക്ക് കുതിക്കുകയാണ്. വില വർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നു. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്, എന്താണ് കച്ചവടക്കാർക്ക് പറയാനുള്ളത് എന്നതൊക്കെ കേൾക്കണം റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് പച്ചക്കറി വില വീണ്ടും കുതിച്ചുയരുന്നു. തക്കാളി വില വീണ്ടും സെഞ്ചുറിയിലേക്ക് എത്തുന്നു. എറണാകുളം ജില്ലയിൽ തക്കാളിയുടെ വില 100 രൂപയിലെത്തി. കോഴിക്കോട് ജില്ലയിൽ തക്കാളിക്ക് ഈടാക്കുന്നത് 82 രൂപ. തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ ചില്ലറ വിൽപ്പനയിൽ തക്കാളി ഇന്ന് വിറ്റത് 80 രൂപയ്ക്ക്. അടുത്ത ദിവസങ്ങളിൽ വില 100-നോടടുക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നിത്യോപയോഗമായ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും, അതായത് മൈസൂർ എന്ന് പറഞ്ഞ ലോഡ്, അതായത് സ്വപ്പ ദൂരം എന്ന് പറഞ്ഞ എല്ലാ ലോഡിൻ്റെയും വില 1-നായിട്ട് 3 മടങ്ങായിട്ട് കൂടിയിട്ടുണ്ട്. തക്കാളി മാത്രമല്ല, വീട്ടിൽ ആവശ്യം വേണ്ടി വരുന്ന പച്ചക്കറികൾക്കെല്ലാം വില കൂടുന്നുണ്ട്. ഇഞ്ചിക്ക് കിലോ 240 രൂപയായി. ബീൻസിനും നൽകണം 1 കിലോയ്ക്ക് 130. 25 രൂപയുണ്ടായിരുന്ന വഴുതനങ്ങ 40-ലെത്തി. 15 രൂപയായിരുന്ന പടവലത്തിന്റെ വില 25-ആയി ഉയർന്നു. 40 രൂപയായിരുന്ന കൈതച്ചക്ക 60-ലെത്തി. ഇതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റി. എല്ലാം വില കൂടുതൽ തന്നെ, ഒന്നും വിലയില്ല. 500 രൂപ കൊണ്ട് കയറി. മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, ജീവിച്ച് ഒന്ന് മാറ്റി തിന്നാനൊന്നും പറ്റിയൊന്നുമില്ല. പാവപ്പെട്ടവർക്ക് ഇതുപോലെ വയ്ക്കാനും പറ്റില്ല. തമിഴ്നാട്, ഹോസ്ദുർഗ് എന്നിവിടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും മഴക്കെടുതി മൂലം വിളകൾ നശിച്ചു പോകുന്നതുമാണ് വില കുത്തനെ ഉയരാൻ കാരണം. 24 തിരുവനന്തപുരം. പച്ചക്കറിയുടെ കാര്യം മാത്രമല്ല, മീനിന്റെയും വില കുതിച്ചു വരുന്നുണ്ട് എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജോസ്വിൻ ജോസഫിനെ പോലുള്ളവർ മത്തിയുടെ വിലയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, 400-ലേക്കൊക്കെ എത്തുന്നുണ്ട്. കുടുംബ ബജറ്റ് അത് താളം തെറ്റിക്കുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തീർപ്പുണ്ടാക്കുന്നതുവരെയാണ് സ്റ്റേ. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കങ്ങളുടെ ഭാഗമാണ് EDയുടെ ഹർജിയെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. ജാമ്യ ഉത്തരവ് ബാധകമാക്കുന്നത് 48 മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന EDയുടെ ആവശ്യം തള്ളിയാണ് ജഡ്ജി നിയായ് ബിന്ദു ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിചാരണ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ED സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതുവരെയാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. കെജ്രിവാളിന്റെ ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കി. ഇതോടെ EDയുടെ ഹർജി തീർപ്പാകുന്നതുവരെ കെജ്രിവാളിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. ജസ്റ്റിസ് സുധീർ കുമാർ ജെയിനും ജസ്റ്റിസ് രവീന്ദ്ര ജഡേജയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഗോവയിൽ കെജ്രിവാൾ തങ്ങിയ ആഡംബര ഹോട്ടലിന്റെ ബിൽ അടച്ചത് അഴിമതി പണം ഉപയോഗിച്ചതാണെന്നതടക്കം നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങളാണ് ജാമ്യത്തെ എതിർത്തും ED വിചാരണ കോടതിയിൽ അവതരിപ്പിച്ചത്. ജാമ്യ ആവശ്യം തള്ളാൻ പോന്ന വാദങ്ങൾ EDക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു റോസവന്യ കോടതിയുടെ നിരീക്ഷണം.
ജാമ്യ ഹർജിയിൽ ഇന്നലെ രാവിലെ വാദം പൂർത്തിയാക്കിയ കോടതി രാത്രി 7 മണിയോടെയാണ് ജാമ്യം അനുവദിക്കുന്നതായി വ്യക്തമാക്കിയത്. ഉത്തരവ് ബാധകമാക്കുന്നത് 48 മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ആവശ്യവും തള്ളിയിരുന്നു. ഇതോടെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നായിരുന്നു AAP നേതാക്കളുടെ പ്രതീക്ഷ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഇഡി പക്ഷപാതപരമായാണ് പ്രവർത്തിച്ചെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി. കെജ്രിവാളിനെതിരെ നടപടിയെടുക്കാൻ തെളിവുകൾ പര്യാപ്തമല്ലെന്ന് ഇഡിക്ക് ധാരണയുണ്ടായിരുന്നുവെന്നും കെജ്രിവാളിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പരാമർശമുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, എല്ലാവരും ഇനി ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇഡിയുടെ അപ്പീലിൽ എന്ത് തീരുമാനമായിരിക്കും കോടതി എടുക്കുക എന്നുള്ളത്. അതിനിടയിൽ ഇന്നലെ പുറത്തു വന്ന ജാമ്യ ഉത്തരവ്, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. ഇഡിക്ക് അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആർക്കെ? കോടതി പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് തെളിവുകളുടെ അഭാവമാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള തെളിവുകൾ ഇഡി പറഞ്ഞിരിക്കുന്നു. ആ തെളിവുകൾ പക്ഷേ വസ്തുതാപരമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അഥവാ ആ തെളിവുകൾ ഇഡിക്ക് ശേഖരിക്കാനായി സാധിച്ചിട്ടുണ്ടോ എന്നതിലും കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. ചില സാക്ഷിമൊഴികൾ ഉണ്ട്. പക്ഷേ ഈ സാക്ഷിമൊഴികളെ കോടതി മുഖവിലേക്ക് എടുക്കുന്നത് മൊഴികളെ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ്. ഇങ്ങനെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തെളിവുകളുടെ ലഭ്യത ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ജാമ്യ അപേക്ഷയെ എതിർക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സംശയത്തിന്റെ ആനുകൂല്യം അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം അഴിമതി പണം കൈപ്പറ്റി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ എല്ലാം ഗൂഢാലോചകനാണ് എന്നിവയൊന്നും സ്ഥാപിക്കാനായിട്ട് ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് സാധിക്കുന്നില്ല, അഥവാ ഈ ഇഡിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണീരായി കള്ളക്കുറിച്ചി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 52ആയി. ചികിത്സയിലുള്ള 30 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കേസിലെ മുഖ്യപ്രതി ചിന്നദുരയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. ദുരന്തത്തെ സാധാരണമായി കാണാൻ കഴിയില്ല എന്ന് കോടതി വിമർശിച്ചു. കള്ളക്കുറിച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും മനേഷ് മൂർത്തിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം എസ് ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതിൽ മുഖ്യപ്രതി പിടിയിലാകുന്ന സാഹചര്യം, അതുപോലെ അവിടെ ഈ വ്യാജ മദ്യവിൽപ്പന വ്യാപകമായി നടക്കുന്നു എന്നത് ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന നിലയിലേക്ക് പോകുന്നു. ഒരു സാധാരണ നിലയിൽ അവിടെ ഒരു സാധാരണ കച്ചവടം നടക്കുന്നത് പോലെ ഈ വ്യാജമദ്യത്തിൻ്റെ കച്ചവടം നടക്കുന്ന നില, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രീകാന്ത്? റിജിത്ത്, ഇന്നലെ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പിടിയിലായത്. ഇന്നിപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ മുഖ്യ പ്രതിയാണ് ഇന്ന് പിടിയിലായ ചിന്നദുരൈ. ഈ ചിന്നദുരൈയാണ് മെത്തനോൾ വാങ്ങി ഗോവിന്ദരാജിന് നൽകിയത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിന്നദുരൈയെ പിടികൂടിയത് കടലൂരിൽ നിന്നാണ്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരണം നടത്തുകയും ചെയ്തത്. ഈ ചിന്നദുരൈ ഏതാണ്ട് 100-നടുത്ത് കേസുകളിൽ മുൻപ് സമാനമായ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. വ്യാജമദ്യ കേസുകളിൽ ഇയാൾ മുൻപും പ്രതിയായിരുന്നിട്ടുണ്ട്, അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു കൊടും ക്രിമിനലാണ് ചിന്നദുരൈ എന്ന കാര്യം വ്യക്തമാവുകയാണ്. മറ്റൊന്ന്, മാതേഷ് എന്നയാൾ കൂടി ഈ കേസിൽ പിടിയിലായിട്ടുണ്ട്. അതായത് ഇയാളാണ് ഈ മെത്തനോൾ ഈ ചിന്നദുരൈക്ക് നൽകുന്നത്. ഇയാൾ നേരത്തെ തന്നെ മറ്റൊരു സമാനമായ വ്യാജമദ്യ ദുരന്ത കേസിൽ പ്രതിയാവുകയും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാൾ കൂടിയാണ് ഈ മാതേഷ് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നു. അതായത് കൊടും ക്രിമിനലുകൾ ഉൾപ്പെട്ടതാണ് ഈ വ്യാജമദ്യ ദുരന്തം എന്ന് വ്യക്തമാകുന്നു. 52 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 30 പേർ ഇപ്പോഴും ഈ ആശുപത്രികളിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങളില്ല. ഈ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്ന്, ഇന്ന് നമ്മൾ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ, അത് ഈ കള്ളക്കുറിച്ചിയിൽ മാത്രമല്ല മറ്റ് വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ തന്നെ വ്യാജ മദ്യ വിൽപ്പന തകൃതിയായി നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ ഈ വ്യാജ മദ്യം നിറച്ച് അത് ഇരുചക്ര വാഹനങ്ങളിൽ സാധാരണക്കാർക്ക് പരസ്യമായി തന്നെ വിതരണം ചെയ്യുന്ന രീതിയും
കാണാൻ സാധിച്ചു. പോലീസൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ സംഭവം നടന്ന കള്ളക്കുറിച്ചി കരുണാപുരത്ത് കോളനിക്കുള്ളിൽ ഈ പോലീസ് സ്റ്റേഷന്, കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷന് ഏതാണ്ട് 300 മീറ്റർ മാറിയാണ് ഈ ഒരു ഷെഡിൽ ഈ വ്യാജവാറ്റും വിൽപ്പനയും പരസ്യമായി നടന്നതെന്നതും നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. അത്ര കണ്ട് കുത്തഴിഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ അധികൃതരുടെ നീക്കങ്ങളും പോലീസിന്റെ പ്രവർത്തനവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കള്ളക്കുറിച്ചിയിൽ നിന്ന് 52 മരണം എന്നുള്ള മരണസംഖ്യയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നു. നിയമസഭയിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദം, നിയമസഭയിൽ സർക്കാരിനെതിരായ അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സാഹചര്യം, അതുപോലെ മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. മനീഷ് പൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, നിയമസഭയിൽ നമ്മൾ കണ്ടു ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് DMK പ്രവർത്തകർ അംഗങ്ങൾ സഭയിലേക്ക് എത്തുന്നതും അവിടെ സ്പീക്കർ പിന്നീട് അവരെ പുറത്താക്കുന്നതും തിരികെ എത്തുന്നതും, അങ്ങനെ നാടകീയമായ രംഗങ്ങൾ ഇന്ന് സഭയിലുണ്ടായിരുന്നു. എന്താണ് സഭയിൽ കണ്ടത്? മദ്രാസ് ഹൈക്കോടതിയുടെ സർക്കാരിനെതിരായ വിമർശനം എങ്ങനെ, മനീഷ് മൂർത്തി? റിജിത്ത്, ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ നിന്ന് പുറത്തുവരുന്ന വിവരമെന്ന് പറയുന്നത് കൂടുതൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്നുള്ളതാണ്. അത് രക്ഷിതാക്കൾ, അത് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് 18 വയസ്സ് വരെ പ്രതിമാസം 5000 രൂപയും 5 ലക്ഷം രൂപ ധനസഹായവും നൽകുമെന്നുള്ളതാണ് ഒരു പ്രഖ്യാപനം. രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് 3 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. അത് കള്ളാക്കുറിച്ചിയുമായി ബന്ധപ്പെട്ട നടക്കുന്ന ചർച്ചയിലാണ്, നിയമസഭയിലാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം പൂർണ്ണമായും തന്നെ സഭ ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് എന്തായാലും കാര്യങ്ങൾ എത്തിയത്. തുടക്കത്തിൽ തന്നെ സഭയിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് DMK പ്രവർത്തകർ, DMK MLA-മാരെ സ്പീക്കർ പുറത്താക്കുന്നത്. പക്ഷേ ഈ കള്ളക്കുറിച്ചിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ കൂടി കേൾക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷ പ്രകാരമാണ് ഇവരെ തിരിച്ചു വിളിക്കുന്നത്. DMK-യുടെ MLA-മാരെ സ്പീക്കർ തിരിച്ചു വിളിക്കുന്നത്. പക്ഷേ സഭയിൽ എത്താൻ എന്തായാലും അവർ തയ്യാറായിട്ടില്ല. മാത്രമല്ല BJP-യുടെയും അതുപോലെ തന്നെ പാട്ടാളി മക്കൾ കക്ഷിയുടെയും MLA-മാരും ഇന്നിപ്പോൾ സഭ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷം പൂർണ്ണമായും തന്നെ ഈ കള്ളാക്കുറിച്ചി വിഷയത്തിൽ സഭ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ സഭയിൽ നടത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ചർച്ച നടക്കുകയും ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഈ രീതിയിലുള്ള ഒരു ധനസഹായം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായ അർത്ഥത്തിലുള്ള അന്വേഷണം എന്തായാലും മുൻപോട്ട് പോകുന്നുണ്ട്. CBCID ആണ് അന്വേഷണം നടത്തുന്നത്. 5 പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. മാത്രമല്ല ഏകാംഗ കമ്മീഷൻ അതും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഗോകുൽദാസ് ഇന്നിപ്പോൾ കള്ളാക്കുറിച്ചിയിൽ എത്തിയിരുന്നു. അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം ആരാഞ്ഞത്. മാത്രമല്ല ആദ്യം മരിച്ച, അതായത് ഈ വിഷമദ്യ ദുരന്തത്തിൽ ആദ്യം മരിച്ച പ്രവീണിൻ്റെയും അതുപോലെ തന്നെ ജഗദീഷിൻ്റെയും വീടുകൾ അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ നിന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിലേക്ക് പോയാൽ DMK നൽകിയ ഹർജി, DMK CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായ വ്യാജമദ്യ ദുരന്തങ്ങൾ, അതിൽ നിന്നും എന്താണ് സർക്കാർ പഠിച്ചത്, എങ്ങനെയാണ് ജനങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കേണ്ടത്, എന്താണ് വ്യാജമദ്യ ദുരന്തങ്ങൾ തടയാൻ അല്ലെങ്കിൽ വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും തടയാൻ സർക്കാർ എന്ത് ചെയ്തു തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. 26-ാം തീയതി ജൂൺ 26-ന് കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോഴേക്കും ഇതുവരെ നടത്തിയ വ്യാജമദ്യം തടയുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വേണം. ഇതുവരെ ഈ കള്ളക്കുറിച്ചിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളുടെ റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ടും വേണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മനീഷ് മൂർത്തിയും ശ്രീകാന്തും വിവരങ്ങൾ നൽകുകയായിരുന്നു കള്ളക്കുറിച്ചിയിൽ നിന്ന്. കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. ദുരന്തം നടന്ന കരുണാപുരം കോളനിക്കുള്ളിലാണ് അറസ്റ്റിലായ ഗോവിന്ദരാജും സംഘവും വ്യാജമദ്യം വിറ്റിരുന്നത്. കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം 300 മീറ്റർ മാത്രം അകലെയാണ് വ്യാജമദ്യ നിർമ്മാണത്തിന്റെ കേന്ദ്രം. ഇക്കണ്ടതാണ് കള്ളക്കുറിച്ചിയിൽ 50-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഗോവിന്ദരാജിൻ്റെയും സംഘത്തിൻ്റെയും വാറ്റ് കേന്ദ്രം. ദുരന്തം നടന്ന കരുണാപുരം കോളനിക്കുള്ളിൽ ചുറ്റും നിറയെ വീടുകളുള്ള സ്ഥലത്താണ് പരസ്യവാറ്റും വിൽപ്പനയും. കള്ളാക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം
300 മീറ്റർ മാത്രം അകലെയുള്ള വ്യാജവാറ്റ് കേന്ദ്രം പോലീസിനും അറിയാം. പക്ഷേ മാസാമാസം പടിവാങ്ങി ഒന്നും കണ്ടില്ലെന്ന് നടിക്കും. ഫലമോ മെഥനോൾ കലർത്തിയതും അല്ലാതെയും പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച വ്യാജമദ്യം ഈ ഷെഡിൽ നിന്നും പുറത്തേക്കൊഴുകും. நல்லா இல்ல ஜெனரேஷனா அவங்க வித்துட்டு தான் இருக்கிறாங்க. ஃபர்ஸ்ட் அவங்க அப்பா வித்தாங்க, இப்ப அவங்க விக்கிறாங்க. இது இன்னைக்கு நேத்து நடக்கல, இது வருஷ கணக்குல அவங்க வாங்கி வித்துக்கிட்டு தான் இருக்கிறாங்க. இவங்க வாங்கி குடிச்சிட்டு தான் இருக்கிறாங்க. இத வந்து போலீஸ்காரங்களும் பாக்குறாங்க, பாக்குறாங்க, அவங்க காசு வாங்குறாங்க, வாங்கிட்டு வந்த வழியா பார்த்துட்டு போயிடுறாங்க. யாரும் வந்து இங்க வந்து அத ஏன் விக்கிறீங்கன்னு கேட்கல. ஏன் வாங்கி நீங்க விக்கிறதுனால எல்லாரும் வாங்கி குடிச்சிட்டு அவங்கவுங்க உயிர் போகுதுன்னு யாரும் பேசவும் இல்ல. வராங்க, மாமூல் வாங்குறாங்க, വാങ്ങിയിട്ട് അവങ്ങവங்க വേലയെ பார்த்துட்டு അവങ്ങവங்க പോയിடுறாங்க. തലമുറകളായി ഗോവിന്ദരാജിന്റെ കുടുംബത്തിന് ഇതാണ് പണി. പരാതിയും പ്രതിഷേധവും ശക്തമായപ്പോൾ മുൻപ് ചില്ലറ അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരമാവധി 2-3 ദിവസം അകത്ത് കിടന്ന ശേഷം സംഘം വീണ്ടും സജീവമാകും. സർക്കാർ മദ്യശാലയിൽ വില കൂടിയതിനാൽ ഗോവിന്ദരാജിന്റെ വ്യാജ മദ്യത്തിന് ഡിമാൻഡ് ഏറെയാണ്. 50-60 രൂപ കൊടുത്താൽ സാധനം ലഭിക്കും. കടം പറഞ്ഞാലും കേൾക്കും. പക്ഷേ ഒടുവിൽ അത്യാഗ്രഹം അത്യാപത്തിൽ കലാശിച്ചു. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളാക്കുറിച്ചി. തമിഴ്നാട്ടിൽ വ്യാജമദ്യ വിൽപ്പന ഇപ്പോഴും വ്യാപകമായി നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ, ചില ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഇരുചക്ര വാഹനങ്ങളിലാണ് വിൽപ്പന നടക്കുന്നത്, അതും പരസ്യമായി. അതേസമയം കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായ ചിന്നദുരൈ നിരവധി വ്യാജമദ്യ കേസുകളിൽ പ്രതിയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പാക്കറ്റ് ചാരായവും അതുണ്ടാക്കുന്ന ദുരന്തവും പലകുറി കണ്ടിട്ടും തമിഴ്നാട്ടിൽ വ്യാജ ചാരായ വിൽപ്പന ഇപ്പോഴും തകൃതി. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി സാധാരണ തൊഴിലാളികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനക്കാരെത്തും. പരസ്യമായി നടത്തുന്ന വിൽപ്പനയുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും അധികൃതർ അറിഞ്ഞ മട്ടില്ല. അതേസമയം കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികളായ ചിന്നദുരൈയും മാതേഷും ചെറിയ മീനുകളല്ലെന്നാണ് വിവരം. ഏകദേശം 100-നടുത്ത വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണെന്ന സൂചനയുണ്ട്. കള്ളക്കുറിച്ചിയിൽ ചാരായത്തിൽ കലക്കാൻ മെഥനോൾ എത്തിച്ചു നൽകിയതും ഇതേ ചിന്നദുരൈയാണ്. കേസിൽ ഇന്ന് പിടിയിലായ മാതേഷാകട്ടെ നേരത്തെ യക്കിയാർക്കുപ്പം വിഷമദ്യ കേസിൽ അറസ്റ്റിലായിരുന്നു. ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയതും. രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമാണ് കള്ളക്കുറിച്ചിയിലേത്. മരണസംഖ്യ ഇപ്പോഴും ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ മദ്യമാഫിയക്കെതിരെ കർശന നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം കള്ളക്കുറിച്ചിയിൽ നിന്നും എസ് ശ്രീകാന്ത്, 24. കുടിശ്ശിക വന്നതിനെ തുടർന്ന് KSEB ഫ്യൂസൂരി അഗളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, 53,000 രൂപയുടെ കുടിശ്ശിക, അതിന് മണിക്കൂറുകളോളം വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തിയ സാഹചര്യം. ഇപ്പോഴെന്തായാലും ആ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു. 24 ആണ് ഈ വിവരം പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടൽ, എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, നമ്മൾ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു.
KSEB കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് വലിയ കുടിശ്ശികയുള്ള സ്ഥാപനങ്ങളിലെ ഫ്യൂസ് ഊരേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സ്കൂൾ അധികൃതർ ഒരു കത്ത് നൽകുകയാണെങ്കിൽ, ഇത് എപ്പോൾ തുക അടയ്ക്കാമെന്ന് കാണിച്ചൊരു കത്ത് നൽകുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് ഈ സ്കൂൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് 15 ദിവസത്തിനുള്ളിൽ കുടിശ്ശിക അടയ്ക്കാമെന്ന് ഉറപ്പ് KSEBക്ക് നൽകിയതിന് പിന്നാലെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ ക്ലാസുകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് KSEB ഉദ്യോഗസ്ഥരെത്തി സ്കൂളിലെ ഫ്യൂസ് ഊരിയത്. 53,201 രൂപയായിരുന്നു കുടിശ്ശികയായി നൽകാനുണ്ടായിരുന്നത്. ഈ ഉദ്യോഗസ്ഥർ വന്ന് ഫ്യൂസ് ഊരിയതോടെ പല ക്ലാസുകളും ഇരുട്ടിലായി. തുടർന്ന് ഈ ജനവാതിലുകളൊക്കെ തുറന്നിട്ടാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാതെ വന്നൊരു സാഹചര്യമൊക്കെ രൂപപ്പെട്ടിരുന്നു. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ സ്കൂളാണ് ഇത്. ഭൂരിഭാഗം കുട്ടികളും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണ്. ഇവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. എന്തായാലും 15 ദിവസത്തിനകം കുടിശ്ശിക പൂർണ്ണമായി അടയ്ക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ അറിയിക്കുന്നത്. റീജിത്ത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. CPIM-ഉം കോൺഗ്രസും മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിനെതിരെ സമസ്ത മുഖപത്രം. വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. രാജ്യസഭയിലെ മുസ്ലിം അംഗങ്ങളുടെ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാന മന്ത്രിസഭയിലെ കണക്കുകളെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നുവെന്നാണ് സമസ്ത മുഖപത്രത്തിലെ രൂക്ഷ വിമർശനം. രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാനത്തെ ലോക്സഭാംഗങ്ങളുടെ കണക്കുകൂടി പരിശോധിക്കണം. ഈഴവരുടെ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന വാദം തെളിയിക്കാനുള്ള ബാധ്യത വെള്ളാപ്പള്ളിക്കുണ്ടെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. മൈക്രോ ഫിനാൻസ് കേസിൽ നിന്ന് വെള്ളാപ്പള്ളി ഊരിപ്പോന്നത് എങ്ങനെയാണെന്നും മറ്റൊരു ചോദ്യം. വെള്ളാപ്പള്ളി പറയുന്നതനുസരിച്ചല്ല ഈഴവർ വോട്ട് ചെയ്യുന്നതെന്ന വസ്തുത ഇടതു സർക്കാർ മനസ്സിലാക്കണം. UDF നേതൃത്വം തുടരുന്ന മൗനം അപകടകരമാണെന്നും എഡിറ്റോറിയലിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റേത് ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. 24 കോഴിക്കോട്. നേതൃയോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ ഗൗരവത്തോടെ കണ്ട് തിരുത്തൽ നടപടിക്കൊരുങ്ങുകയാണ് CPIM. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പാർട്ടിയുടെ നയസമീപനം സ്വീകരിക്കണം എന്നായിരുന്നു നേതൃയോഗത്തിൽ ഉയർന്ന പൊതു അഭിപ്രായം. CPIM-ന്റെ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് LDF സർക്കാരുകൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ആദ്യ പിണറായി സർക്കാരും രണ്ടാം സർക്കാരും വന്നപ്പോൾ പാർട്ടിയുടെ നയസമീപനങ്ങളിൽ പോലും മാറ്റമുണ്ടായി എന്ന വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ വിമർശനങ്ങൾക്ക് CPIM ചെവി കൊടുത്തിരുന്നില്ല. കഴിഞ്ഞ 5 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ ചില മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. സർക്കാർ തീരുമാനങ്ങൾക്കല്ല, പാർട്ടിയുടെ നയസമീപനങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടെന്ന മുന്നറിയിപ്പ്. ആദ്യ പിണറായി സർക്കാരിനോളം രണ്ടാം സർക്കാർ ഉയർന്നില്ല എന്ന വിമർശനങ്ങളെയും 5 ദിവസം നീണ്ടുനിന്ന CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിലുള്ള CPIM വിശദീകരണത്തെ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആഭ്യന്തര കാര്യമാണ് അവരുടെ പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ പരിശോധിച്ച് വിലയിരുത്തുമ്പോൾ ആദ്യം വിലയിരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് തീർത്തും മൗനമാണോ പേടിയാണോ സെക്രട്ടറിക്ക് എന്നുള്ളതാണ് ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയത്. ഈഴവ വിഭാഗത്തിലെ വോട്ട് ചോർച്ചയിൽ BDJS-നെയായിരുന്നു CPIM പഴിച്ചത്. CPIM-ന്റെ വോട്ട് മാത്രമല്ല BDJS വഴി NDA സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതെന്ന് തുഷാർ വെള്ളാപ്പള്ളി. CPM-ന്റെ വോട്ട് മാത്രമല്ലോ പോകുന്നത്, BDJS-ന്റെ വോട്ട് BJP-യിലേക്ക് പോയിട്ടുണ്ട്. CPM നടത്തിയ അവലോകനം ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് ഞാനല്ലല്ലോ, ശരിയതല്ലല്ലോ. പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. മേഖലാതലത്തിലും പ്രാദേശിക തലത്തിലും യോഗങ്ങൾ വിളിച്ച് ജനങ്ങളുമായി കൂടുതൽ അടുക്കാനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. മന്ത്രിയായതിനു ശേഷം ആദ്യ പരിഗണന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനെന്ന് നിയുക്ത മന്ത്രി OR കേളു 24-നോട്. അതിനിടെ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകൾ OR കേളുവിന് നൽകാത്തതിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ജില്ലയിലെ CPM-ൽ നിന്നുള്ള ആദ്യ മന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്ന OR കേളുവിന്റെ സ്ഥാനലബ്ധിയുടെ ആഹ്ലാദത്തിലാണ് വയനാട്. CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം തിരുനെല്ലിയിലെ വീട്ടിലെത്തിയ കേളുവിന് ഊഷ്മള സ്വീകരണമാണ് നാട്ടുകാർ നൽകിയത്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കാണ് പ്രഥമ പരിഗണനയെന്ന് കേളു 24-നോട് പറഞ്ഞു. SC/ST ക്ഷേമ ഫണ്ടുകളുടെ ഫലപ്രദമായ വിനിയോഗം, ആരോഗ്യമേഖലയിലെ പ്രശ്നപരിഹാരം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകും. വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിലവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ആ പദ്ധതിയിൽ കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
മറ്റ് പ്രധാന വകുപ്പുകൾ നൽകാത്തതിനെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ ആ മന്ത്രിക്കുണ്ടായിരുന്ന വകുപ്പുകളിൽ വലിയ വിഭാഗം വകുപ്പുകൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ല. കേളു കഴിവില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വകുപ്പുകൾ എടുത്തുമാറ്റിയത് പട്ടികവർഗക്കാരനായ OR കേളുവിനോടുള്ള അവഹേളനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പുകൾ ഏറ്റെടുക്കേണ്ടെന്ന നിലപാടെടുത്തത് താനാണെന്നും മുഖ്യമന്ത്രി ഈ വകുപ്പുകൾ തന്നിരുന്നെങ്കിൽ നിരാകരിക്കുമായിരുന്നുവെന്നും OR കേളുവിന്റെ മറുപടി. 24 വയനാട്. പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷാംഗം കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിൽ വിവാദം. പദവിയിലേക്ക് തന്നെ പരിഗണിക്കാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് ഗൂഢ ഉദ്ദേശത്തോടെയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് വ്യക്തമാക്കി. 17 ലോക്സഭ വരെ പ്രതിപക്ഷത്തായിരുന്നാലും ഭരണപക്ഷത്തായിരുന്നാലും ആരാണോ മുതിർന്ന അംഗം ഏറ്റവും കൂടുതൽ കാലയളവിൽ സഭയിൽ അംഗമായിരുന്നത് അത് ആ ആളിനെ പ്രോട്ടേം സ്പീക്കറായി ഇരുത്തിക്കൊണ്ടാണ് ലോക്സഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതൊരു കീഴ്വഴക്കമാണ്, രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകില്ല. നയം വ്യക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രോട്ടൈം സ്പീക്കറായി BJP അംഗത്തെ തെരഞ്ഞെടുത്തതോടെ ഇക്കാര്യത്തിൽ വ്യക്തതയായി. 1998 മുതൽ ഒഡീഷയിലെ കട്ടക് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഭർതൃഹരി മക്തബാണ് പ്രോട്ടൈം സ്പീക്കർ. ജൂൺ 24 ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും 26 സ്പീക്കർ തെരഞ്ഞെടുപ്പിനും മക്തബ് മേൽനോട്ടം വഹിക്കും. 8 തവണ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞാണ് BJP അംഗത്തെ പ്രോട്ടൈം സ്പീക്കറായി നിയമിച്ചത്. ഈ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ ഭർതൃഹരി മഹത്തോബിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളത് അവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഏത് കാരണമാണെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ എന്തോ ഹിഡൻ അജണ്ട അതിനകത്തുണ്ട്. മക്തബിനെ സഹായിക്കാൻ നിശ്ചയിച്ച പാനലിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. DMKയുടെ TR ബാലു, BJPയുടെ രാധാമോഹൻ സിംഗ്, ഫഗ്ഗൻ സിംഗ് കുലസ്തെ, തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ദോപാധ്യായ എന്നിവരും പാനലിലുണ്ട്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആസൂത്രകനെന്ന് ആവർത്തിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. കെജ്രിവാളിന് ജാമ്യം നൽകിയ ഉത്തരവിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ED വ്യക്തമാക്കുന്നു. R. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. RK, കെജ്രിവാളിന് മോചനം സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വരാൻ പോകുന്നു. എന്താണ് ഈ ഹർജിയിൽ ED ചൂണ്ടിക്കാട്ടുന്നത്? RK. ED ഏറ്റവും പ്രധാനമായിട്ടും ഈ ജാമ്യ അനുവദിച്ച ഉത്തരവിനെ എതിർത്തുകൊണ്ട് സമർപ്പിച്ച അപ്പീലിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രകൻ അഥവാ കിൻപിൻ അത് അരവിന്ദ് കെജ്രിവാളാണ് എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളാണ് രേഖകൾ ഇല്ലാതാക്കി എങ്ങനെയാണ് ഈ കുറ്റകൃത്യം ചെയ്യേണ്ടത് എന്ന പ്ലാനിംഗ് അടക്കം തയ്യാറാക്കിയിട്ടുള്ളത്. നൽകിയിരിക്കുന്ന മൊഴികളിലെ വിവരങ്ങൾ അത് തെളിവുകളായി ഇല്ല എന്ന വാദം കോടതി സ്വീകരിച്ചതിനെ ED ചോദ്യം ചെയ്യുന്നു. കാരണം ഈ മൊഴികളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം പൊതുരേഖകളിൽ നിന്ന് വസ്തുതയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്നതാണ് എന്നതാണ് EDയുടെ വാദം. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയ കൈക്കൂലി, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് വിനിയോഗിച്ച രീതി, ഇവയുടെ എല്ലാം പ്രതിഫലനം പൊതുരേഖകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വേഗത്തിൽ വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കും. അന്വേഷണം നീളുന്നു എന്നുള്ളത് തെളിവുകൾ നൽകാനായിട്ടും നശിപ്പിക്കാനായിട്ടും പ്രതികൾ കാട്ടിയ വ്യഗ്രതയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ അന്വേഷണത്തിൽ EDയുടെ ഭാഗത്ത് നിന്ന് വൈകൽ ഉണ്ടാകുന്നു എന്നതിൽ അടിസ്ഥാനമില്ല. ഏതാണ്ട് 9 തവണയിലധികമാണ് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാതിരുന്ന മാസങ്ങളോളം ഈ കേസിന്റെ അന്വേഷണ നടപടികളെ വൈകിപ്പിച്ചത്. അദ്ദേഹം ഹാജരാകാതിരുന്നത് ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ്. തെളിവുകൾ നശിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു ഇതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ച തെളിവുകളെ പോലും വീണ്ടെടുക്കാനായിട്ടുള്ള നടപടികളാണ് EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രതി പുറത്ത് ഇറങ്ങിയാൽ അത് തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള കാരണമാകും. രാഷ്ട്രീയമായിട്ട് പോലും EDയെ ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള ഏറെ ഗുരുതരമായിട്ടുള്ള വാദങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ED ഏതാണ്ട് 1300ഓളം പേജ് വരുന്ന അപ്പീൽ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, R. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. അനുനയ ശ്രമം തുടരുമ്പോഴും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് K. മുരളീധരൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. അതേസമയം അധികകാലം പാർട്ടി പരിപാടിയിൽ നിന്ന് മുരളീധരന് വിട്ടുനിൽക്കാനാകില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു.
തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ മുരളീധരൻ ഇതിനോടകം വട്ടിയൂർക്കാവിൽ സാന്നിധ്യമറിയിച്ചു. മണ്ഡലത്തിൽ സംഘടന ദുർബലമായെന്ന വിലയിരുത്തലിൽ വട്ടിയൂർക്കാവിൽ സജീവമാകാനാണ് മുരളിയുടെ തീരുമാനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരനെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടി നേതൃത്വം പച്ചക്കൊടി കാണിച്ചുവെന്നാണ് സൂചന. നേരത്തെ വട്ടിയൂർക്കാവിൽ MLA ആയിരുന്ന മുരളീധരൻ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വടകരയിലേക്കും നേമത്തേക്കും തൃശൂരിലേക്കും കളം മാറുന്നത്. പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന മുരളീധരനെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെയും നിർദ്ദേശം. പാർട്ടി യോഗങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ വൈകാരികമെന്നാണ് നേതൃത്വം കരുതുന്നത്. KC ജോസഫിനകത്തുള്ള കമ്മിറ്റി അന്വേഷണം നടത്തുന്നുണ്ട്. തക്കതായ നടപടികളുണ്ടാവും. ശ്രീ കെ മുരളീധരൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തിരുത്തൽ നടപടികൾ തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ടുണ്ടാകും. നേരത്തെ KPCCയുടെയും UDFന്റെയും നേതൃസമിതിയിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും മുരളീധരനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നില്ല. മുരളീധരൻ അദ്ദേഹത്തിന് സൗകര്യമായ സമയത്ത് രാഷ്ട്രീയത്തിൽ സജീവമാകട്ടെ എന്നാണ് KPCC നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ താൻ ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് വയനാട്ടിൽ മാത്രം പ്രചാരണത്തിന് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ വയനാട്ടിലുണ്ടാവും. ഇല്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വയനാട്ടിലുണ്ടാവും. കാരണം നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഒരു അംഗം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് സജീവമായിട്ട് വയനാട്ടിലുണ്ടാവും. അതിനൊക്കെ വേറെ നേതാക്കന്മാരെ പാർട്ടി ചുമതലപ്പെടുത്തിക്കോളും. ഇപ്പോൾ തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രമേ നയിക്കുന്നുള്ളൂ, വേറെ എവിടെയും നയിക്കുന്നില്ല. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി, അതിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് MSF പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. +1 ഏകജാലക പ്രവേശന നടപടികൾ ഇന്ന് പൂർത്തിയാകാനിരിക്കെയാണ് പ്രതിഷേധം. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്നത്തോടെ അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയാകും. ഇനി ബാക്കിയുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാത്രമാണ്. 24-ന് ക്ലാസുകൾ ആരംഭിക്കും. ഈ പശ്ചാത്തലത്തിലാണ് MSFന്റെ നേതൃത്വത്തിൽ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിടൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രഖ്യാപിത സമരമായതിനാൽ കനത്ത പോലീസ് കാവലിലായിരുന്നു രാവിലെ മുതൽ RDD ഓഫീസും പരിസരവും. ഓഫീസിനകത്ത് പ്രവേശിച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധം മുന്നിൽ കണ്ട് കോഴിക്കോട് RDD ഓഫീസ് അകത്തുനിന്ന് അടച്ചതോടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഈ മാസം 25-ന് യൂത്ത് ലീഗ് നിയമസഭാ മാർച്ച് നടത്തും. മലബാറിൽ 2,46,032 അപേക്ഷകരിൽ 1,60,037 പേർക്ക് മാത്രമാണ് നിലവിൽ അഡ്മിഷൻ നേടാനായത്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചത്. 24 മലപ്പുറം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളുന്നു SFI. മലബാറിൽ +1 സീറ്റിൽ ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. അധിക ബാച്ചുകൾ അനുവദിച്ച പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ആവശ്യപ്പെട്ടു. പരിഹാരമുണ്ടായില്ലെങ്കിൽ SFI പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് VP സാനു മുന്നറിയിപ്പ് നൽകി. അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് ആവശ്യമായിട്ട് വരും. അത് പൂർണ്ണമായും ഇപ്പോഴുള്ള ഈ പറയുന്ന അലോട്ട്മെന്റ് പൂർത്തിയാവുന്നതോടുകൂടി എത്ര സീറ്റ് ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ ആവശ്യമാണ് എന്ന് നോക്കി ഗവൺമെന്റ് അതിനനുസരിച്ച് പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അത് നിലവിൽ തന്നെ SFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുഭാവപൂർണ്ണമായി ഗവൺമെന്റ് പരിഗണിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് സംഭവം. കുടിവെള്ള സ്രോതസ്സിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതോടെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് ഇതിൻ്റെ കാരണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്? നാട്ടുകാർ സ്വാഭാവികമായും വലിയ ആശങ്കയിലാണ്. എന്താണ് അവർ പറയുന്നത്? നിഖിൽ.
രജിത്ത്, തൃത്താല പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 7 ജഡങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കന്നുകാലികളുടെ ജഡം കണ്ടത്. ദിവസങ്ങളോളം പഴക്കമുള്ളതും പുഴുവരിച്ച നിലയിലുള്ളതുമാണ് ഈ ജഡങ്ങൾ. ഇത് ഈ പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് സംഭവം. കുടിവെള്ള സ്രോതസ്സിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതോടുകൂടി ജനങ്ങൾ ആശങ്കയിലാണ്. അവരുടെ കുടിവെള്ള സ്രോതസ് അടക്കം ഈ മുട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ ഭാരതപ്പുഴയുടെ പല തുരുത്തുകളിലും ഇത്തരത്തിൽ കന്നുകാലികളെ വളർത്തുന്നതിനെതിരെ 24 തന്നെ ഒരു വാർത്താ സംപ്രേഷണം ചെയ്തിരുന്നു. നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഇതിന്റെ പ്രതിഫലനമാണോ എന്നുള്ള സംശയമുണ്ട്. അതായത് ഇത്തരത്തിൽ തുരുത്തുകളിൽ കൊണ്ടുചെന്നിട്ട് വളർത്തുന്ന വളർത്തുമൃഗങ്ങളാണോ, കന്നുകാലികളാണോ ഈ ചത്തുപൊങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രജിത്ത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. മലപ്പുറം വൈലത്തൂരിനെ കണ്ണീർ കയത്തിലാഴ്ത്തിയിരിക്കുകയാണ് 9 വയസ്സുകാരൻ മുഹമ്മദ് സിനാന്റെയും മുത്തശ്ശി ആസിയയുടെയും മരണം. ഇന്നലെയാണ് 9 വയസ്സുകാരൻ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി മരിച്ചത്. പിന്നാലെ കുട്ടിയുടെ മുത്തശ്ശി ഹൃദയാഘാതം മൂലം മരിച്ചു. മുഹമ്മദ് സിനാന്റെ മരണകാരണം കഴുത്തിനേറ്റ പരിക്കാണ് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ദാരുണമായ മരണം സംഭവിച്ചത്. വൈലത്തൂർ ചിലവിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. അടുത്ത വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് കടന്ന പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴാണ് കുട്ടി ഗേറ്റിൽ കുടുങ്ങിയത്. ഗേറ്റ് തുറക്കാനുള്ള സ്വിച്ച് അമർത്തി ഗേറ്റ് തുറന്നു തുടങ്ങിയാൽ ഉടനെ തന്നെ ഗേറ്റ് അടയാൻ കൂടിയുള്ള സ്വിച്ച് അമർത്തി ഗേറ്റ് അടയും മുൻപേ പുറത്തിറങ്ങുക എന്നതായിരുന്നു സിനാന്റെ കണക്ക് കൂട്ടൽ. എന്നാൽ ഗേറ്റ് അല്പം മാത്രം തുറന്ന ഉടനെ തന്നെ അടയാൻ കൂടിയുള്ള സ്വിച്ച് അമർത്തിയതോടെ കുട്ടി പുറത്തെത്തും മുന്നേ ഗേറ്റ് അടഞ്ഞു. സിനാൻ ഗേറ്റിനും മതിലിനും ഇടയിൽ ഞെരിഞ്ഞു. കുട്ടിയുടെ ശരീരം പൂർണ്ണമായും ഒരു ഭാഗത്തല്ലാത്തതിനാൽ സെൻസറിനും തിരിച്ചറിയാനാകില്ല. സംഭവ സമയത്ത് അപകടം നടന്ന വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഏറെ നേരം ഗേറ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്ന കുട്ടിയെ അയൽവാസിയാണ് ആദ്യം കണ്ടത്. കുട്ടി ഈ ഗേറ്റിൽ കുടുങ്ങി കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചതല്ല ഷോക്ക് അടിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുക്കാതെ എൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഈ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു കൊണ്ടുവരികയും അങ്ങനെ അവർ വിളിച്ചതനുസരിച്ച് ആ വീട്ടുകാർ ആ ഡോറ് തുറന്നപ്പോൾ കുട്ടി താഴോട്ട് വീഴാണ് ഉണ്ടായത്. അവിടുന്ന് ഓട്ടോറിക്ഷ കയറ്റി അവർ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് കുട്ടി മരിച്ചത്. വിവരം പറഞ്ഞ് ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ മുത്തശ്ശി കുഴഞ്ഞു വീണു മരിച്ചു. ഗഫൂറിന്റെ മാതാവ് പാങ്ങ് കല്ലങ്ങാട്ടുകുഴിയിൽ ആസിയ രാത്രി 10 മണിയോടെയാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. 24 തിരൂർ. തിരുവനന്തപുരത്ത് നടന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൽ അടിമുടി കെടുകാര്യസ്ഥതയെന്ന 24 വാർത്ത നിയമസഭയിൽ. മാത്യു കുഴൽനാടനാണ് ഫെസ്റ്റിൽ പരാതി പ്രളയം എന്ന 24 വാർത്ത സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. വരവ് ചെലവ് കണക്കുകൾ സർക്കാരിന് ലഭ്യമല്ല എന്നും സംഘാടകർ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകി. അടിമുടി കെടുകാര്യസ്ഥതയായിരുന്നു തിരുവനന്തപുരം തോന്നയ്ക്കലിൽ നടന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ്. കോടിക്കണക്കിന് രൂപ സംരംഭകർക്കും വോളണ്ടിയർമാർക്കും നൽകാനുണ്ട്. ഇതിനിടെയാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 14,85,00,000 രൂപയ്ക്ക് ഫെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനമെന്നും ഗ്രാന്റായി 4 കോടി രൂപ സർക്കാർ നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം വരവ് ചെലവ് കണക്കുകളുടെ വിവരം സർക്കാരിന്റെ പക്കലില്ല. വിശദമായ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാൻ സംഘാടകരായ അമ്യൂസിയം ആർട്സിനോടും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനോടും നിർദ്ദേശിച്ചെങ്കിലും നൽകിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറമിന് പണം നൽകിയെന്ന ചോദ്യത്തിനും സർക്കാരിന് മറുപടിയില്ല. GSFK നടത്തിപ്പിലെ വീഴ്ചയിൽ സർക്കാരിനും പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതാണ് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാർ മേൽനോട്ടത്തിൽ നടന്ന പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ സർക്കാരിൻ്റെ പക്കലില്ല. ആർക്കൊക്കെ പണം നൽകിയെന്നോ ഇത്ര പണം കിട്ടാനുണ്ടെന്നോ സർക്കാരിനും അറിയില്ല. കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ട നിരവധി പേരാണ് ഇപ്പോഴും ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 10 ജില്ലകളിലും നാളെ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പറയുന്നത് എന്താണ്? അലക്സ്. ശ്രീജിത്ത്, സംസ്ഥാനത്ത് ഒരാഴ്ചക്കാലം അതിശക്തമായ മഴയ്ക്ക് സാധ്യത കരുതിയിരിക്കേണ്ടതുണ്ട്, ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മുന്നറിയിപ്പാണ്, പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അടുത്ത 5 ദിവസവും അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇന്ന് 10 ജില്ലകളിലും നാളെ 12 ജില്ലകളിലും ഞായറാഴ്ച 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഞായറാഴ്ച അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒപ്പം മലയോര മേഖലയിലും ഈ ദിവസങ്ങളിൽ മഴ കനക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിലെ ആ 3 ജില്ലകളിൽ നിലനിൽക്കുന്നു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 6 ജില്ലകളിൽ വീണ്ടും ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഈ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 9 സംഘങ്ങൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എത്രത്തോളം ജാഗ്രത വേണ്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് സർക്കാരിന്റെ ആ നീക്കം തന്നെ. എന്താണെങ്കിലും ജാഗ്രത തുടരേണ്ടതുണ്ട്. അത് മാത്രമല്ല, കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ഈ ദിവസങ്ങളിൽ മഴ കനക്കാൻ കാരണമായി പ്രധാനമായി പറയുന്നത് ഈ കർണാടക തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തെക്കു പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്തിന് അനുകൂലമായി കൂടുതൽ ശക്തമായി വീശുകയും ചെയ്യുന്നതാണ് ഈ കാലവർഷം ശക്തിപ്പെടാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത 5 ദിവസം മഴയുടെ കാര്യത്തിൽ ജാഗ്രത വേണം എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം കശ്മീരിലെ ശ്രീനഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഉത്തരാഖണ്ഡ്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ യോഗ ടൂറിസം വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനഗറിലെ ഷേർ ഇ കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. നമ്മൾ ഉള്ളിൽ സമാധാനമുള്ളവരായിരിക്കുമ്പോൾ ലോകത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും. സമൂഹത്തിൽ നല്ല മാറ്റത്തിന്റെ പുതിയ വഴികൾ ഉണ്ടാക്കുകയാണ് യോഗ. വിദേശത്ത് പോകുമ്പോൾ ലോക നേതാക്കൾ തന്നോട് യോഗയെക്കുറിച്ച് വാചാലമായാണ് സംസാരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. कितने ही देशों में योग डेली लाइफ का हिस्सा बन रहा है. विश्व के बड़े बड़े इंस्टीट्यूशंस और यूनिवर्सिटीज में योग पर रिसर्च हो रहे हैं, रिसर्च पेपर पब्लिश हो रहे हैं. साथियों, बीते 10 वर्षों में योग का ये जो विस्तार हुआ है, उससे योग से जुड़ी धारणाएं बदली है. ഡൽഹിയിൽ താൽക്കത്തോറ സ്റ്റേഡിയത്തിലായിരുന്നു പ്രധാന യോഗാ ദിനാചരണ പരിപാടികൾ. യമുന സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന യോഗാ പ്രദർശനത്തിൽ ആരോഗ്യമന്ത്രി JP നദ്ദ ഭാഗമായി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മധുരയിൽ യോഗാ ദിനാചരണങ്ങളിൽ പങ്കെടുത്തു. സർക്കാർ വകുപ്പുകൾക്ക് പുറമെ വിവിധ യോഗാ പ്രചരണ വിഭാഗങ്ങളും രാജ്യത്ത് യോഗാ ദിനാചരണം നടത്തി. ഹരിദ്വാറിലെ പതഞ്ജലി ആസ്ഥാനത്ത് നടന്ന യോഗാ പ്രദർശനത്തിൽ യോഗാചാര്യൻ രാംദേവ് അടക്കമുള്ളവർ പങ്കെടുത്തു. യോഗയുടെ സന്ദേശം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിപ്പിക്കുക, ഈ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിന ആചരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ സന്ദേശം തന്നെയായിരുന്നു. അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികളുണ്ടായിരുന്നു. സംസ്ഥാനതല പരിപാടികൾ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര ടൂറിസം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യോഗാഭ്യാസ പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും BJPയുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗാ ദിനാചരണ പരിപാടികൾ നടന്നു. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ യോഗാ ദിനാചരണ പരിപാടി നടന്നത്. മനസ്സിനും ആരോഗ്യത്തിനും യോഗ അത്യന്താപേക്ഷിതമാണെന്നും ജീവിതശൈലി രോഗങ്ങളെ യോഗ പ്രതിരോധിക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജീവിതത്തിന്റെ ഭാഗമാക്കിയതിനും അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കും കൂടുതലും സ്ത്രീകൾ, വനിതകളാണ് ഇവിടെയുള്ളത്. നമ്മുടെ 1000 യോഗാ ക്ലബ്ബുകളിൽ 600ഓളം യോഗാ ക്ലബ്ബുകൾ വനിതാ യോഗാ ക്ലബ്ബുകളാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെയും ശിവാനന്ദ യോഗ വേദാന്ത സെന്ററിന്റെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാഭ്യാസ പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് വിദ്യാർത്ഥികൾക്കൊപ്പം മന്ത്രി യോഗ അഭ്യസിച്ചു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. യോഗ പഠന വിഷയമാക്കണമെന്ന് PK കൃഷ്ണദാസ്. എറണാകുളത്തും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണ പരിപാടികൾ നടന്നു. കൊച്ചി കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും
വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഗുഡ് ആഫ്റ്റർനൂൺ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇടുക്കി അടിമാലി കല്ലാറിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്ന സംഭവത്തിൽ നടപടിയുമായി വനംവകുപ്പ്. ആന സഫാരി പാർക്ക് അടച്ചിടാൻ വനംവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 24 ബിഗ് ബ്രേക്കിംഗ്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ദീപക്, അവിടുത്തെ ഈ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമലംഘന കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വനംവകുപ്പിന്റെ നടപടി ഉണ്ടാകുന്നു. വിവരങ്ങൾ എന്താണ് ദീപക് ധർമ്മടം? റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമവിരുദ്ധമായാണ് ഈ ആന സഫാരി പാർക്ക് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഇത് പ്രാഥമികമായി അടിയന്തര അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തി. ആ റിപ്പോർട്ട് ഇന്നലെ തന്നെ വനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെയാണ് വനമന്ത്രി കടുത്ത നടപടിക്ക് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പിലെ ACF, ഇടുക്കി ACF ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവ് പ്രകാരം ഈ സഫാരി പാർക്കിന് ഇനി പ്രവർത്തിക്കാൻ അനുമതിയില്ല, അടച്ചുപൂട്ടണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനയെ ഇടുക്കിയിൽ നിന്നും മാറ്റണം എന്നുള്ളതാണ്. അതായത് ആനയെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കോട്ടയം ജില്ലയിലേക്ക് മാറ്റണം, ഇടുക്കി ജില്ലയിൽ നിന്നും മാറ്റണം എന്നുകൂടി ഉത്തരവിലുണ്ട്. ഏതായാലും ഒരു കടുത്ത നടപടിക്കാണ് വനം വകുപ്പ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ, അതും അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു സഫാരി പാർക്കിനെതിരെ. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് സ്ഥിരതാമസത്തിനും വിദ്യാഭ്യാസത്തിനും കുടിയേറുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ മെൽബൺ, ബ്രിസ്ബെയിൻ, പെർത്ത്, ഡാവിൻ എന്നിവിടങ്ങളിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും സേവനം ലഭ്യമാണ്. മൈഗ്രേഷൻ ഏജൻറ്റ്സ് രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ രജിസ്ട്രേഷനുള്ള ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമാണ് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര കുടിയേറ്റത്തെക്കുറിച്ച് അവബോധം നൽകുകയാണ് ലക്ഷ്യമെന്ന് ACET മൈഗ്രേഷൻ ഓസ്ട്രേലിയ സഹസ്ഥാപകനും പ്രിൻസിപ്പൽ മൈഗ്രേഷൻ കൺസൾട്ടന്റുമായ മാത്യൂസ് ഡേവിഡ് പറഞ്ഞു. ഒരു മണിക്കൂർ നീണ്ട ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.